നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൻ ഈ പ്രോഗ്രാമിൽ നിങ്ങളുമായി ഈ സംഭാഷണം തുടരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ധാരാളം പേർ എനിക്ക് എഴുതിയിട്ടുണ്ട്. ഈ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഈ പായസം, നമ്മുടെ നാട്ടില് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പായസങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന്. ആ രീതിയിൽ ഞാൻ ആലോചിച്ചപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി, പക്ഷേ പല വീടുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ഇത് ചെയ്യാറില്ല. ആ തരത്തിലുള്ള ഒരു പായസമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാഗോ പായസം, ചൗവരി എന്ന് പറയും പായസം. അപ്പോ ഇതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. കണ്ടില്ലേ, ഇതാണ് ചൗവരി അല്ലെങ്കിൽ സാഗോ, ഇംഗ്ലീഷിൽ പറയുന്നത് സാഗോ. ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഊറിക്കിടക്കണം. മാസറേഷൻ പറയില്ലേ, നല്ലപോലെ അത് ഊറണം, നനച്ചു വെക്കണം ഒരു 4 മണിക്കൂറെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് അത് സോഫ്റ്റ് ആയി കിട്ടും. ഇത് പാല് 1 ലിറ്റർ നല്ല ക്രീമി പാല് കേട്ടോ, ക്രീം പാല്. നമ്മൾ ഈ ടോണ്ട് മിൽക്ക് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ അത് നമ്മൾ സമയം കൂടുതലാകും, അടുപ്പിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. അപ്പോൾ അത് സമയം കൂടുതലാകും. ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. 1 കപ്പ് കണ്ടൻസ് മിൽക്ക് അങ്ങ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് പഞ്ചസാര ടേസ്റ്റിന് മാത്രം, അധികം ഉപയോഗിക്കല്ലേ, നമ്മുടെ ആവശ്യമനുസരിച്ച് അത് ഉപയോഗിക്കുക. പഞ്ചസാര ഹെൽത്തിന്, ആരോഗ്യത്തിന് അത്ര നല്ല സംഗതിയല്ല, അതുകൊണ്ട് പറയുകയാണ്, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, ഇത് നെയ്യ്, ക്ലാരിഫൈഡ് ബട്ടർ അല്പം, പിന്നെ ഇത് കാഷ്യൂ നട്ട്സ്, കശുവണ്ടി, പിന്നെ ഇത് കിസ്മിസ്, ഇത് ഏലക്കാപ്പൊടി, പിന്നെ ഒടുക്കം ഇത് കാണുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് സാഫ്രൺ, കുങ്കുമപ്പൂവ് എന്ന് പറയില്ലേ, സാഫ്രൺ. ഇത് കാശ്മീർ സാഫ്രൺ ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാശ്മീർ സാഫ്രൺ ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സാഫ്രൺ. അത് ഉപയോഗിച്ചവർക്കേ അറിയത്തുള്ളൂ. ഇത്രയും സാമഗ്രികളാണ് നമ്മളിന്ന് ഈ ചൗവരി പായസം ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ ചൗവരി കൊണ്ടുള്ള പായസം, ഇതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോ ഇത് ചെയ്യുന്ന രീതി, പാചക രീതി എന്താണെന്ന് നോക്കാം. വരിക. ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓണായി പാത്രം ഫ്ലെയിമിന്റെ പുറത്ത് വെക്കുക. പിന്നെ ഈ പാത്രത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഈ പാല് വെച്ചിരിക്കുന്നത്, ക്രീമി മിൽക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യമായി പാത്രത്തിൽ ഒഴിക്കുക. ഈ പാല് ഇത് ചൂടാകുമ്പോ ഈ പാലിലാണ് നമ്മൾ ഈ ചൗവരി കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ നനച്ചു വെച്ചിട്ടേ ഉള്ളൂ, കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുക്കാകണമെങ്കിൽ അത് ഈ പാലിൽ തന്നെ കുക്കാകണം. അപ്പോൾ ചൗവരി ഈ പാലിലോട്ട് നമ്മൾ ഇടുക. പതുക്കെ 1-2 പ്രാവശ്യം അതൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോ
ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മള് വേറൊരു പാല്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുണ്ട് അല്ലേ, അതുകൂടി ഇതിൽ ചേർക്കണം. അപ്പോ ഈ 2 പാലും നമുക്ക് മിക്സായി നല്ലപോലെ ഒരു ഇന്റഗ്രേറ്റഡ് മിക്സ്ചർ കിട്ടും. കണ്ടില്ലേ? ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ചേർത്ത് കഴിഞ്ഞ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ടേസ്റ്റിന് അത്യാവശ്യത്തിന് മാത്രം പഞ്ചസാര ഇതിൽ ചേർക്കുന്നു, ഷുഗർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷുഗർ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, പക്ഷെ സ്വാദിന് അത് നമ്മൾ ഉപയോഗിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഇത് തുടർന്ന് നമ്മൾ ഇതുപോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, നിർത്തല്ലേ, അല്ലെങ്കിൽ നിർത്തിയാൽ ഇത് കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റോളം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കുക്കാകും. അതായത് ചവ്വരിയും കുക്കാകും, പാലും അല്പം കണ്ടൻസ് ആവും. കണ്ടില്ലേ? അല്പം കൂടി തിക്കായി ചവ്വരി നല്ലപോലെ കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോ ഇത് നല്ലപോലെ ഇപ്പോ ബോയിലാകുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. ഇപ്പോ ഇത് മൂടി അടുത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ എടുക്കുന്നു, പാന് ഫയറിന്റെ പുറത്ത്, ഫ്ലെയിമിന്റെ പുറത്ത് വെക്കുന്നു. ഈ നെയ്യ് വെച്ചിരിക്കുന്നത് ഈ പാനിലോട്ട് നമ്മൾ ഇടുന്നു. ഈ നെയ്യ് ഒഴുകിക്കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ ഇതിന്റെ സ്വാദിന് വേണ്ടി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കശുവണ്ടിയും ഈ റൈസിൻസും ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കശുവണ്ടി നെയ്യിലോട്ട് ഇടുക, എന്നിട്ട് പതുക്കെ ഫ്രൈ ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ കശുവണ്ടിക്ക്. കണ്ടോ? കണ്ടില്ലേ? ലൈറ്റ് ബ്രൗൺ കളർ. ഒരു 1-2 മിനിറ്റ് മതി. അത് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ സമയത്ത് ഈ കിസ്മിസ് അല്ലെങ്കിൽ റൈസിൻസ് ഇതിലോട്ട് മാറ്റുക, ഇതിലോട്ടിടുക. അങ്ങനെ ഈ കാഷ്യൂ നട്ട്സും റൈസിൻസും നെയ്യിൽ നല്ലപോലെ ഫ്രൈ ചെയ്യണം. ഈ റൈസിൻസ് അല്ലെങ്കിൽ കിസ്മിസ് ഏകദേശം കുക്കാകുമ്പോൾ അതൊരു സ്വെല്ലിംഗ് അങ്ങ് വീർത്ത് വരും. കണ്ടില്ലേ? കണ്ടില്ലേ? കളറ് മാറി ലൈറ്റ് ബ്രൗൺ ആയി കാഷ്യൂ നട്ട്സ്. ഇപ്പോ ചില സെക്കൻഡുകൾക്കുള്ളിൽ ഈ റൈസിൻസും കുക്കായി. കണ്ടില്ലേ?
കിസ്മിസും കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മൾ പായസത്തിന് ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ കശുവണ്ടിയും റൈസിൻസും നമ്മൾ ഫ്രൈ ചെയ്തത് പായസത്തിൻ്റെ അതിൻ്റെ മുകളിൽ എന്നിട്ട് അത് 1-2 പ്രാവശ്യം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഫ്ലേവറിങ്ങിന് വേണ്ടിയുള്ള ഈ ഏലക്ക പൊടി വെച്ചിരിക്കുന്നത് ഇതിൽ ചേർക്കുക. ഏലക്കാപ്പൊടി അതും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒടുക്കം ചെയ്യേണ്ടത് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് സാഫ്രൻ. അത് ഞാൻ പറഞ്ഞില്ലേ, കാശ്മീർ സാഫ്രൻ നമ്മൾ വെച്ചിട്ടുണ്ട്, കുങ്കുമപ്പൂവ് എന്ന് പറയും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് പായസത്തിന്. അപ്പോൾ ഈ പായസത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു 5-6 സ്ട്രാൻഡ് അതിൻ്റെ പുറത്ത് നമ്മൾ ഇടുക. ഈ സാഫ്രനെ പറ്റി ഒരു സംഗതി പറഞ്ഞോട്ടെ. ഇത് അഫ്ഗാനിസ്ഥാനിൽ കിട്ടും, സ്പെയിനിൽ കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷെ ഇന്ത്യൻ സാഫ്രൻ, കാശ്മീർ സാഫ്രൻ ആണ് സുപ്പീരിയർ ക്വാളിറ്റി. അത് ഉപയോഗിച്ചവർക്കേ അറിയത്തുള്ളൂ. അങ്ങനെ എന്തൊരു ഫ്ലേവറാണ്. ചൗവരി പായസം റെഡി. സോ ചൗവരി പായസം അല്ലെങ്കിൽ ജൗവരി പായസം, സാഗോ പായസം, ഇത് ചെയ്യുന്ന രീതി നമ്മൾ നോക്കി. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് എനിക്ക് എഴുതുക. ഓക്കെ, ധാരാളം പേർ ഈ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് എന്നുള്ള ആ ബട്ടൺ ധാരാളം പേർ പ്രസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഒരു ഉന്മേഷവും ഒരു എൻകറേജ്മെൻറ്റും കൂടിയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ mohansharma@celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എനിക്ക് എഴുതുക. ഓക്കെ, നമ്മൾ വീണ്ടും കാണാം. നമസ്കാരം.